നമസ്കാരം. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിയാദ് ഇല്ലിക്കൽ. ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റ് നിഫ്റ്റി എസ്പെഷ്യലി 400 പോയിൻറ്റിൻ്റെ ഒരു റാലി ഉണ്ടാക്കി. ഇന്ന് നിഫ്റ്റി ഇൻട്രാഡേ ഹൈയിൽ നിന്ന് 300 പോയിൻറ്റിൻ്റെ ഒരു ഫോൾ ഉണ്ടാക്കി. അതുകൊണ്ടാണ് ഈ ഒരു ആഴ്ച മാർക്കറ്റ് വോളറ്റിലിറ്റി ഉണ്ടാകുമെന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച തന്നെ ഒരു സൂചന നൽകിയത്. സൂചന എന്ന് വിളിക്കാൻ പറ്റില്ല, നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത്. കാരണം യൂണിയൻ ബഡ്ജറ്റാണ്. സ്വാഭാവികമായിട്ടും കാലാകാലങ്ങളിൽ ബഡ്ജറ്റ് ഇലക്ഷൻ സമയങ്ങളിലെല്ലാം തന്നെ മാർക്കറ്റ് വോളറ്റിലിറ്റി ആവാറുണ്ട്. 2 ദിവസം കൊണ്ട് ഇന്ത്യ വിക്സ് 16% സ്പൈക്ക് രേഖപ്പെടുത്തി. ഇന്ത്യ വിക്സ് ഒരു സ്റ്റോക്കിനെ പോലെ തന്നെ നമുക്ക് നമ്മളുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാം. നമുക്ക് ഇന്ത്യ വിക്സിൻ്റെ മൂവ്മെൻ്റ് എല്ലാം തന്നെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഇന്ന് സെക്ടർ പെർഫോമൻസ് നോക്കുമ്പോൾ പൊതുവെ വീക്കായിരുന്നു. പെർഫോമൻസിലേക്ക് കടക്കാം. സെക്ടർ പെർഫോമൻസിൽ മീഡിയ, PSU ബാങ്ക്, റിയാലിറ്റി, മെറ്റൽ തുടങ്ങിയ സെക്ടേഴ്സ് മാത്രമാണ് ഗ്രീനിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചുള്ളൂ. എനർജി സെക്ടറിൽ ഇന്ന് വലിയ തോതിലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. 1.69% ഒരു ഫോളാണ് എനർജി സെക്ടറിൽ ഉണ്ടായിട്ടുള്ളത്. നിഫ്റ്റിയുടെ ചാർട്ട് നമുക്ക് കാണാം. 21,800 എന്ന റേഞ്ചിൽ നിന്നും ഇൻട്രാഡേ ഹൈയിൽ നിന്നും 21,530 ഒരു വലിയ രീതിയിലുള്ളൊരു ഫോള്, ഒരു 300 പോയിൻറ്റിൻ്റെ ഒരു ഫോളാണ് ഇൻട്രാഡേ ഹൈയിൽ നിന്ന് നിഫ്റ്റിക്ക് കിട്ടിയിട്ടുള്ളത്. എന്നാൽ ഇന്നലത്തെ ക്ലോസിങ്ങിൽ നിന്ന് 215 പോയിൻറ്റും സെൻസെക്സ് 800 പോയിൻറ്റിൻ്റെയും ബാങ്ക് നിഫ്റ്റി 74 പോയിൻറ്റിൻ്റെ സ്ലൈറ്റ്ലി ഒരു ഫ്ലാറ്റായ രീതിയിൽ മാത്രം ബാങ്ക് നിഫ്റ്റി മാത്രമാണ് ഇന്ന് ഏറെ കൂടുതൽ ചെറുത്തുനിൽപ്പ് നടത്താനായിട്ട് ശ്രമിച്ചത്. ബജാജ് ഫിൻസർവിൻ്റെ ഒരു ശക്തമായ ഒരു ഫോളാണ് ഈ എസ്പെഷ്യലി ഈ ഒരു ഫിനാൻഷ്യൽ സെക്ടറിൽ നേടിയാൻ കാരണം ഇന്ന് നിഫ്റ്റിയോടൊപ്പം തന്നെ നിഫ്റ്റി ഫിനാൻഷ്യൽ സെക്ടറും നിഫ്റ്റി ഫിനാൻഷ്യൽ എന്ന് പറയുന്ന ഇൻഡെക്സും ഇന്ന് വലിയ തോതിൽ ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു. ഇന്ന് ആക്ച്വലി നിഫ്റ്റി ഫിനാൻഷ്യലിൻ്റെ എക്സ്പയറി ഡേയും കൂടിയായിരുന്നു. വലിയ തോതിൽ പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടിട്ടുള്ളത് ബജാജ് ഫിനാൻസ് 5%-ലേറെ ബജാജ് ഫിനാൻസ് ഇടിഞ്ഞു. ടൈറ്റാൻ 3.5%, അൾട്രാടെക് സിമെൻറ്റ് 3%, ബജാജ് ഫിൻസർവ് 2.25%, NTPC 2.8% ശക്തമായൊരു ഫോളാണ് ഇന്ന് എസ്പെഷ്യലി ഫിനാൻഷ്യൽ സെക്ടറിൽ ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്ക് നേരെ ഗ്ലോബൽ മാർക്കറ്റ് പരിശോധിക്കാം. ഗ്ലോബൽ മാർക്കറ്റിൽ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഡോ ഫ്യൂച്ചർ 43 പോയിൻറ്റിൻ്റെ ഫ്ലാറ്റായ രീതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇന്ത്യ വിക്സ് ഇന്ന് 3% സ്പൈക്ക് ഉണ്ടായി 16.10 എന്ന നിലയിലാണുള്ളത്. MOX റഷ്യൻ മാർക്കറ്റ് ഫ്ലാറ്റാണ്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റ് എല്ലാം തന്നെ പോസിറ്റീവായ രീതിയിൽ ട്രേഡിങ് തുടരുന്നുണ്ട്. കാരണം യൂറോസോണിൻ്റെയും ജർമ്മനിയുടെയും GDP ഡേറ്റ വന്നു. ഫ്ലാറ്റായ രീതിയിലുള്ളൊരു GDP ഡേറ്റ ആയതുകൊണ്ട് റിസഷൻ സാധ്യതകൾ ഇല്ല എന്ന് കരുതപ്പെടുന്നു. തുടർച്ചയായിട്ട് 3 തവണ നെഗറ്റീവ് GDP വരുമ്പോഴാണ് രാജ്യം റിസഷനിലേക്ക് പോകുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഫോർമുല. അപ്പോൾ അത്തരത്തിലുള്ള റിസഷൻ ഒഴിവായി കിട്ടി. കൊറിയ, ചൈന, ജപ്പാൻ തുടങ്ങിയ മാർക്കറ്റുകളെല്ലാം തന്നെ ഫ്ലാറ്റാണ്. ഇതിൽ ചൈന മാർക്കറ്റ് 2% ഇടിവ് രേഖപ്പെടുത്തി. കാരണം അവിടുത്തെ എവർഗ്രാൻഡ് എന്ന് പറയുന്ന റിയൽ എസ്റ്റേറ്റ് കമ്പനി ഇന്നലെ 20% ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു. കൂടാതെ തന്നെ പാപ്പര ഹർജിയിലേക്കൊക്കെ പോവുകയാണ്. ഓസ്ട്രേലിയ ഫ്ലാറ്റാണ്. ബ്രന്റ് ഓയിൽ 82.54, ഇന്ത്യൻ റുപ്പീസ് ഡോളറിനെതിരെ 83 രൂപ 15 പൈസ. ഗോൾഡ് $2037 പെർ ഔൺസ് എന്ന നിലയിലേക്ക് ഗോൾഡ് ചെറിയ രീതിയിൽ മുകളിലേക്ക് വരുന്നുണ്ട്. കാരണം ജിയോ പൊളിറ്റിക്കൽ റിലേഷൻഷിപ്പ് എല്ലാം തന്നെ വിവിധ രാജ്യങ്ങളിൽ അത്ര നല്ലതായിട്ടല്ല വരുന്നത്. ഗ്ലോബൽ ഈവൻറ്റുകൾ നിറഞ്ഞ ഒരു ആഴ്ചയാണ് ഇന്ന്. നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലെല്ലാം തന്നെ ഈ ഒരു ആഴ്ചയെ വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ പ്രധാന കാരണം ഇന്ത്യയുടെ യൂണിയൻ ബഡ്ജറ്റാണ്. യൂണിയൻ ബഡ്ജറ്റ് മാത്രമല്ല, ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ട്, ഫെഡറൽ റിസർവിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് തീരുമാനം വ്യാഴാഴ്ച ദിവസം വരുന്നു. അതെല്ലാം മാറ്റി നിർത്തുകയിൽ കൂടിയും ഇന്ന് ചൊവ്വാഴ്ച ദിവസം കൺസ്യൂമർ കോൺഫിഡൻസ് 8:30 ഇന്ന് രാത്രി വരും. GDP ഓൾറെഡി വന്നു കഴിഞ്ഞു. 2.5-3 യൂറോസോണിൻ്റെയും ജർമ്മനിയുടെയും GDP വന്നു കഴിഞ്ഞു. ഇനി ഇന്ന് ഓവർനൈറ്റ് ഹോൾഡ് ചെയ്ത ആളുകൾക്ക് ശ്രദ്ധിക്കേണ്ടത് എന്താണ്? കൺസ്യൂമർ കോൺഫിഡൻസ് 8:30 ഇന്ന് ഇന്ത്യൻ സമയം വരും. കൂടാതെ നാളെയോ 6:45 നോൺ ഫാം എംപ്ലോയ്മെൻറ്റ് ഡേറ്റ വരുന്നുണ്ട്. US നിന്ന് ക്രൂഡ് ഓയിൽ ഇൻവെൻട്രീസ് വരുന്നുണ്ട്. അതിനുശേഷമാണ് ഫെഡറൽ റിസർവിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് തീരുമാനം. പക്ഷേ അന്ന് നമുക്ക് നമ്മളുടെ യൂണിയൻ ബഡ്ജറ്റ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരാഴ്ചയിലെ പ്രധാന ഈവൻറ്റുകൾ. അതെല്ലാം തന്നെ ശ്രദ്ധിച്ച് വേണം നമുക്ക് ട്രേഡിങ്ങിലേക്ക് ഓവർനൈറ്റ് പൊസിഷൻസ് എല്ലാം തന്നെ ഹോൾഡ് ചെയ്യാൻ. ഓപ്പൺ ഇൻട്രസ്റ്റ് പരിശോധിക്കാം. നിഫ്റ്റി 21,500 സ്പോട്ടാണുള്ളത്. ഡോട്ടഡ് ലൈൻ കാണാം. 21,700, 800, 22,000 റേഞ്ചുകൾ ഹയർ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുന്നുണ്ട്. 21,000 മേജർ സപ്പോർട്ട്. PCR 0.8 കൂടുതൽ കോൾ ഷോർട്ട് ചെയ്തതായിട്ട് കാണുന്നുണ്ട്. ബാങ്ക് നിഫ്റ്റി
ഈ ഒരു OAയുടെ അടിസ്ഥാനത്തിൽ നിഫ്റ്റിനേക്കാൾ ഇന്ന് മാർക്കറ്റ് അവസാനിച്ചപ്പോൾ നിഫ്റ്റിയേക്കാൾ കുറച്ചും കൂടി PCR ലോയാണ്. PCR 0.7 മാത്രമാണ് ഉള്ളത്. കോള് കാണാം 4 കോടി, പുട്ട് 2.5 കോടിയുടെ അടുത്ത് മാത്രം ഷോർട്ട് ചെയ്തിട്ടുള്ളൂ. 45,400 അറ്റ് ദ മണി ഉള്ളത്. 45,500, 600, 46,500 തുടങ്ങിയ റേഞ്ചുകളെല്ലാം തന്നെ മേജർ റെസിസ്റ്റൻസ് സോൺ ഉണ്ട്. സപ്പോർട്ട് സോൺ നിലവിൽ 43,900, 44,500, 45,000 തുടങ്ങിയ റേഞ്ചുകളിലാണ് മേജർ സപ്പോർട്ട് സോണായിട്ട് നിലവിലുള്ളത്. അപ്പോൾ ഇനി നമുക്ക് നമ്മളുടെ മാർക്കറ്റിലുള്ള സ്റ്റോക്കുകളുടെ ന്യൂസിലേക്ക് കിടക്കാം. സ്റ്റോക്കിംഗ് ന്യൂസിൽ ആദ്യം ബജാജ് ഫിനാൻസാണ് ഉള്ളത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇന്ന് ഒരു 1-2 വ്യക്തികൾ മെസ്സേജ് അയച്ചു. ഒരു പർട്ടിക്കുലർ സ്റ്റോക്ക് നമ്മൾ സ്റ്റോക്ക് ന്യൂസിൽ പറഞ്ഞ ഒരു പർട്ടിക്കുലർ സ്റ്റോക്ക് വാങ്ങിച്ചു, വലിയ രീതിയിലുള്ളൊരു പ്രോഫിറ്റ് കിട്ടിയെന്ന്. അപ്പോൾ കിട്ടിയതിൽ സന്തോഷം. പക്ഷേ ഇത് നമ്മൾ സ്റ്റോക്കുകൾക്ക് ഓർഡർ കിട്ടിയതോ അങ്ങനെയുള്ളൊരു ന്യൂസ് കാണുമ്പോൾ അത് ബൈ ചെയ്യാനായിട്ടുള്ളൊരു സിഗ്നലോ മറ്റുള്ള കാര്യങ്ങളൊന്നുമല്ല. താങ്കൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സ്റ്റോക്കിൽ പ്രോഫിറ്റ് കിട്ടിയെങ്കിൽ അത് ന്യൂസിൻ്റെ ഗുണമോ ഒന്നുമല്ല, അത് നിങ്ങൾ ആ ഒരു റൈറ്റ് ടൈമിലെടുത്ത തീരുമാനം മാത്രമാണ്. ആ ഒരു പർട്ടിക്കുലർ സ്റ്റോക്ക് ആ ഒരു സമയത്ത് ഒരു ബുള്ളിഷ് ഉണ്ടായി സ്റ്റോക്ക് മുകളിലേക്ക് പോയി എന്നല്ലാതെ നിങ്ങളെടുത്ത പ്രോഫിറ്റിന് യാതൊരു ക്രെഡിറ്റ് ചാനലിനില്ല. കാരണം ഇതൊരു സ്റ്റോക്കിംഗ് ന്യൂസാണ്. ഞാനൊരു സ്റ്റോക്കിംഗ് ന്യൂസ് പറഞ്ഞതിന് ശേഷം അത് കൊള്ളാം വാങ്ങിച്ചോ എന്ന് പറഞ്ഞാൽ ശരിയാണ്, എനിക്കതിൻ്റെ ക്രെഡിറ്റ് ഉണ്ട്. പക്ഷേ നമുക്ക് നിയമപരമായിട്ട് അങ്ങനെ പറയാനായിട്ടുള്ളൊരു അനുമതിയില്ല. അതുകൊണ്ട് ഇതൊരു ന്യൂസ് ആയിട്ട് മാത്രം കണക്കാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, കമൻറ്റുകൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാം തന്നെ കമൻറ്റ് ചെയ്യുക. അത് എന്നെ പുകഴ്ത്തിക്കൊണ്ട് ഉള്ള കമൻറ്റുകൾ മാത്രമല്ല, എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. പക്ഷേ കമൻറ്റ് ചെയ്യുമ്പോൾ വളരെ ഡീസൻസി കീപ്പ് ചെയ്യുക. കമൻറ്റ് ചെയ്യാനുള്ള എല്ലാവർക്കും അവകാശമുണ്ട്. പക്ഷേ ആരെയും ഹേർട്ട് ചെയ്യാത്ത രീതിയിലുള്ള കമൻറ്റുകൾ ചെയ്യുക. തീർച്ചയായിട്ടും അതിൻ്റെ ഭാഗമായിട്ട് പല റെക്ടിഫിക്കേഷൻസ് ഞാൻ കാലാകാലങ്ങളിലായിട്ട് നൽകുന്നുണ്ട്. ഓരോ ആളുകളുടെയും താല്പര്യം അനുസരിച്ച് അത് റെലവൻ്റ് ആണ് എങ്കിൽ, കൂടുതൽ ആളുകൾക്ക് അത്തരത്തിലുള്ള താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളത് ന്യൂസിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കാറുണ്ട്. ഈ ഓപ്പൺ ഇൻട്രസ്റ്റ് ആയാലും ഗ്ലോബൽ മാർക്കറ്റ് അപ്ഡേറ്റ്സ് ആയാലും തന്നെ അത്തരത്തിൽ പല ആളുകൾ പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ ആ ഒരു രീതിയിലേക്ക് ന്യൂസിൻ്റെ പാറ്റേൺ മാറ്റിയിട്ടുള്ളത്. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പരമാവധി ചെയ്യാനായിട്ട് ശ്രമിക്കും. ബജാജ് ഫിനാൻസ് കമ്പനി ഇന്ന് 4% ഒരു ഫോൾ ഉണ്ടാക്കിയ കമ്പനിയാണ്. ബജാജ് ഫിനാൻസ് കഴിഞ്ഞ ദിവസത്തെ ഒരു റിസൾട്ട് വന്നപ്പോൾ ബാഡ് ഡെപ്റ്റ് കൂടിയതാണ് കമ്പനി ഇന്ന് ഇടിയാൻ കാരണം. കൂടാതെ തന്നെ UBS എന്ന് പറയുന്ന ഒരു മേജർ ബ്രോക്കറിംഗ് സ്ഥാപനം ബജാജിന് സെൽ റൈറ്റ് കൊടുത്തിട്ടുണ്ട്. ബ്രോക്കറിംഗ് സ്ഥാപനങ്ങൾ കമ്പനികൾക്ക് സെൽ റൈറ്റ് കൊടുക്കാറുണ്ട്, ബൈ റൈറ്റ് കൊടുക്കാറുണ്ട്, ന്യൂട്രൽ കൊടുക്കാറുണ്ട്. ബൈ റൈറ്റ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് ടാർഗറ്റ് ഉയർത്തി കൊടുക്കുന്ന ഒരു റേറ്റാണ്. സെൽ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴ്ത്തി കൊടുക്കുന്ന റേറ്റാണ്. ഞാൻ പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് അറിയാം. ഓർക്കിഡ് ഫാർമ രാവിലെ നമ്മൾ പ്രീ മാർക്കറ്റിൽ പറഞ്ഞ ഒരു ന്യൂസ് ആയിരുന്നു. സ്റ്റോക്ക് ഇന്ന് 20% അപ്പർ സർക്യൂട്ട് എടുത്തിട്ടുണ്ട്. സ്റ്റോക്കിൻ്റെ പുതിയൊരു മെഡിസിന് യൂറോപ്പിൽ നിന്ന് അംഗീകാരം ലഭിച്ചു എന്നുള്ളതാണ് ന്യൂസ്. ഐഡിയ സ്റ്റോക്ക് ഇന്ന് സ്ലൈറ്റ്ലി ഫോൾ ആയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ UBS എന്ന് പറഞ്ഞ സെയിം ബ്രോക്കറേജ് ഐഡിയന് സെൽ റേറ്റ് കൊടുത്ത് ടാർഗറ്റ് 11 രൂപ 50 പൈസയായിട്ട് ചുരുക്കിയിട്ടുണ്ട്. അദാനി എൻ്റർപ്രൈസിനെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത്, അടുത്ത ഒരു 5 വർഷത്തിനുള്ളിൽ അദാനി എൻ്റർപ്രൈസസ് ഒരുപാട് ബിസിനസ് ചെയ്യുന്നുണ്ട്. അതിലൊരു മേജർ ബിസിനസ്സാണ് എയർപോർട്ട് ബിസിനസ്. അപ്പോൾ ഇവരുടെ ഈ ഒരു എയർപോർട്ട് ബിസിനസ് ഡീമർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ജിയോയിൽ നിന്ന് റിലയൻസിൽ നിന്ന് ജിയോ വേർപെട്ട പോലെ തന്നെ അദാനി എൻ്റർപ്രൈസസിൽ നിന്ന് അദാനി എൻ്റർപ്രൈസസിൻ്റെ ഈ ഒരു എയർപോർട്ട് ബിസിനസ് വേർപെട്ട് പോകുമെന്നുള്ള ഒരു ന്യൂസ് ഉണ്ട്. സ്വാഭാവികമായിട്ട് അത് കമ്പനീനെ സംബന്ധിച്ചും നിക്ഷേപകരെ സംബന്ധിച്ചും അത് നല്ലൊരു വാർത്തയാണ്. അതിനർത്ഥം നാളെ റാലി രേഖപ്പെടുത്തുന്നു യാതൊരു ഗ്യാരണ്ടി ഇല്ല. സീനെ സംബന്ധിച്ചുള്ള ന്യൂസ് നമുക്കറിയാം. സിയും സോണിയും തമ്മിലുള്ള ഒരു $10 ബില്യൺ ഒരു മെർജർ കരാറുണ്ടായിരുന്നു. അത് റദ്ദാക്കി. അപ്പോൾ അതായിട്ട് ബന്ധപ്പെട്ടുള്ള കേസ് സിംഗപ്പൂർ ട്രിബ്യൂണലിൽ നാളെ എമർജൻസിക്ക് വേണ്ടിയിട്ട് പരിഗണിച്ചിട്ടുണ്ട്. സിസിലോണ് ഒരു പുതിയ ഓർഡർ കിട്ടി. ITC കമ്പനി ഇന്നലെ റിസൾട്ട് വന്നായിരുന്നു, നമ്മളത് പറഞ്ഞു. പക്ഷേ കമ്പനി 6 രൂപ 25 പൈസ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ത്യൻ മാർക്കറ്റിൽ കൂടുതൽ ഡിവിഡൻഡ് കൊടുക്കുന്ന കമ്പനികളിൽ ഒരു കമ്പനിയാണ് ITC. സൈഡസ് ഇവിടെ ഒരു പുതിയ മെഡിസിൻ, ക്യാൻസറിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ഒരു മെഡിസിന് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തു.
IPO വരുമ്പോൾ BLS ഇൻ്റർനാഷണൽ വിസ സർവീസുകളെല്ലാം നടത്തുന്ന കമ്പനിയാണ് BLS ഇൻ്റർനാഷണൽ. അപ്പോൾ അവരുടെ സബ്സിഡിയറി കമ്പനിയുടെ IPO ഇന്ന് ഓപ്പൺ ആയിട്ടുണ്ട്. ഈ BLS ഇൻ്റർനാഷണൽ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ 7 രൂപ നിങ്ങൾക്ക് കുറവുണ്ട്. ഇനി ഒരു ഓട്ടോമൊബൈൽ സെക്ടറിലായിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസാണ്. നമ്മൾ മാർക്കറ്റായിട്ട് ഡയറക്റ്റ് ബന്ധമില്ലെങ്കിൽ കൂടിയും ഈ നാഷണൽ ഹൈവേ അതോറിറ്റി പറഞ്ഞിരിക്കുന്നത് ഫാസ്ടാഗ് എല്ലാം തന്നെ നിങ്ങൾ KYC അപ്ഡേറ്റ് ചെയ്യണം. നോ യുവർ കസ്റ്റമറാണ് KYC, അതായത് നമ്മളുടെ പാനും മറ്റുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം. അതല്ലെങ്കിൽ ഈ നമ്മളുടെ ഈ ഫാസ്ടാഗ് ഇൻവാലിഡ് ആകും എന്നുള്ളതാണ്. നമ്മൾ ആ ഒരു സമയത്ത് ഇൻവാലിഡായ മെസ്സേജ് കാണിക്കുമ്പോൾ അവിടെ കൂടുതൽ പൈസ കൊടുക്കണം, കൂടുതൽ ക്യൂവിൽ നിൽക്കേണ്ടി വന്നേക്കാം. അതുകൊണ്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. BEL കമ്പനി അവർക്കൊരു പുതിയൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. 841 കോടി രൂപയുടെ ഓർഡർ സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സ് ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്താണ് കിട്ടിയിട്ടുള്ളത്. KPIT ടെക്നോളജി കമ്പനി 10% ഇവരുടെ അറ്റാദായം ഉയർന്ന് 155 കോടി രൂപ കരസ്ഥമാക്കി. 2 രൂപ 10 പൈസയാണ് ഇവർ കമ്പനി ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. L&T കമ്പനിക്ക് UAE നിന്നൊരു മേജർ ഓർഡർ കിട്ടി. CSB ബാങ്ക് നെറ്റ് പ്രോഫിറ്റ് 4% കുറഞ്ഞ് 150 കോടി രൂപ കരസ്ഥമാക്കിയിട്ടുണ്ട്. ഡോക്ടർ റെഡ്ഡി നെറ്റ് പ്രോഫിറ്റ് 1250 കോടി രൂപയിൽ നിന്ന് 1381 കോടി രൂപയിലേക്ക് അറ്റാദായം ഉയർത്തി. VIP ഇൻഡസ്ട്രീസ് ബാഗ്, ഇപ്പോൾ ടൂർ പോകുന്ന ബാഗെല്ലാം തന്നെ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ്. നെറ്റ് പ്രോഫിറ്റ് 84% ഇടിഞ്ഞ് 7 കോടി രൂപ മാത്രം കരസ്ഥമാക്കി. കഴിഞ്ഞ തവണ 44 കോടി രൂപ ഉണ്ടായിരുന്നു. കഴിഞ്ഞ തവണ ഈ ഒരു കോവിഡെല്ലാം തന്നെ മാറിയതിൻ്റെ ആ ഒരു ബൂസ്റ്റിലാണ് ആളുകൾ കൂടുതൽ കമ്പനിക്ക് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കാരണമായിട്ടുള്ളത്. ഷ്യാം മെറ്റാലിക് കമ്പനി 67 കോടി രൂപയിൽ നിന്ന് 130 കോടി രൂപയിലേക്ക് അറ്റാദായം ഉയർത്തിയിട്ടുണ്ട്. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നമ്മളുടെ ഓപ്ഷൻ ക്ലാസ്സുകൾ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. ഇനി നാളെ രാവിലെ 7:00 പ്രീ മാർക്കറ്റായിട്ട് എത്താം. എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. താങ്ക് യു.